LDFിൻ്റെ ഈ 10 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ മുമ്പേ പരാജയപ്പെട്ട ഭരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഇത് ഭാവിയിൽ ഇനി ഒരു 50 വർഷത്തേക്കിന് ഇവിടെ ഒരു MLA പോലും വേറെ ചിന്തിക്കാൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സാധ്യമല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സാർ, ഇപ്പം UDF വലിയൊരു വിജയമാണ് കേരളത്തിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നോ? 100% പ്രതീക്ഷിച്ച വിജയം തന്നെയാണ്. പ്രതീക്ഷിച്ചതാണ്. UDF അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. 100 സീറ്റാണ് പ്രതീക്ഷിച്ചത്. അതിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം പുതുപ്പള്ളിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചാണ്ടിയുമ്മൻ്റെ വിജയം ഉറപ്പായിരുന്നു. പക്ഷേ എത്രത്തോളം വിജയം എന്നുള്ളത് മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചാണ്ടിയുമ്മൻ്റെ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിലനിൽക്കുന്നത്രയും കാലം ചാണ്ടിയുമ്മൻ എത്ര കാലം മത്സരിച്ചാലും ഭൂരിപക്ഷം നാൾക്ക് നാൾ കൂടി വരുന്നതല്ലാതെ ഒരിക്കലും കുറയത്തില്ല. അതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അപ്പം അടുത്ത ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് വരികയാണ്. അപ്പം അത് ആരായിരിക്കും എന്നുള്ള പ്രതീക്ഷ വല്ലതും ഉണ്ട്? ആരായിരിക്കും? കോൺഗ്രസിൻ്റെ MLAമാരും ഹൈക്കമാൻഡും കൂടി തീരുമാനിച്ചിട്ട് അതിൻ്റെ മുഖ്യമന്ത്രിമാർ തീരുമാനിക്കത്തുള്ളൂ. അതിന് നമുക്കൊരു മുൻവിധിയോടുകൂടിയുള്ള ഒരു അഭിപ്രായം പറയാൻ സാധ്യമല്ല. LDFിൻ്റെ ഈ പരാജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? LDFിൻ്റെ ഈ 10 വർഷത്തെ ഭരണമെന്ന് പറഞ്ഞാൽ മുമ്പേ പരാജയപ്പെട്ട ഭരണം ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയത്. തൊഴിൽ മേഖലകളൊന്നുമില്ലാതെ സ്തംഭനാവസ്ഥയിൽ കിടക്കുന്നു. നമ്മുടെ വ്യാവസായിക മേഖല, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ സമൂഹത്തിൻ്റെ സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ നമ്മുടെ അനിശ്ചിതാവസ്ഥകൾ മാത്രമേ ഉള്ളൂ. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള നമ്മുടെ ആരോഗ്യ മേഖല, സമസ്ത മേഖല ആശുപത്രികളിലും പരാജയമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ് നമ്മുടെ UDF ഭരണത്തിൽ വന്നപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 25 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് അതൊരു ഭയങ്കരമായൊരു പ്രതികരണം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും ആരോഗ്യ ചെലവുമാണ്, ചികിത്സാ ചെലവുമാണ്. ആ ചികിത്സാ ചെലവിന് 100% ഗ്യാരണ്ടി UDF ഉറപ്പുവരികയാണ്. 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ നമ്മുടെ ഇൻഷുറൻസ് കവറേജ് UDF. പിന്നെ സ്ത്രീകൾക്ക് ബസ് യാത്ര സൗജന്യമാക്കി കൊടുക്കുന്നു. നമ്മുടെ സ്വയം തൊഴിൽ തുടങ്ങുന്നതിനുള്ള 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ, പലിശരഹിത വായ്പകൾ കൊടുക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ വളരെ പ്രതീക്ഷയുണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ പ്രതീക്ഷകളാണ് നമുക്ക് അനുകൂലമായ വോട്ടുകൾ വന്നത്. എന്നാൽ ഈ വിജയത്തിൽ ഒത്തിരി സന്തോഷത്തിലാണ് UDFിൻ്റെ വിജയത്തിൽ. തീർച്ചയായിട്ടും ഞങ്ങൾ മുഴുവൻ ആൾക്കാരും വളരെയധികം സന്തോഷത്തിലാണ്. ചാണ്ടിയുമ്മൻ്റെ ഇത്രമാത്രം ഒരു ഭൂരിപക്ഷം ലഭിച്ചതോടുകൂടി ചാണ്ടിയുമ്മൻ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് സംസ്ഥാന നിയമസഭയിലേക്ക്, മന്ത്രിസഭയിലേക്ക് പോലും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുതുപ്പള്ളിക്കാരിക്കുന്നത്. കാരണം കേരള നിയമസഭയിൽ ഏതാണ്ട് 50,000-ലധികം വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു യുവ നേതാവാണ്. കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ചെന്ന് കവർ ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ആളാണ്. ഇദ്ദേഹം പ്രചരണം നടത്തിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാനുള്ള സാഹചര്യമുണ്ടായി. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു യുവ മന്ത്രിയായി വരുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് പുതുപ്പള്ളിക്കാരിക്കുന്നത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് നേടിയിരിക്കുന്നത്. അപ്പം ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ ചേട്ടൻ ഈ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വിജയം എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിക്കാരുടെ വിജയം തന്നെയല്ല, കേരളത്തിലെ ജനത്തിൻ്റെ ഒന്നടങ്കം ഒരു വിജയമായിട്ട് വിജയം ആഘോഷമാക്കി തീർത്തിരിക്കുക. കാരണം ഒരു കപ്പിത്താനും കപ്പലും ഉണ്ടായിരുന്നത് മൊത്തത്തിൽ മുങ്ങിയ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ചെറിയ കുറേ പാർട്ടികളുള്ളതും നാമാവിശേഷമായി തീർന്നു. അതിൻ്റെ കാരണം കേരളത്തിലെ ജനം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇലക്ഷനെ തിരിച്ചറിഞ്ഞു, ഇലക്ഷനിൽ കൂടെ വേണ്ടുന്ന പ്രതികരണം ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പുതുപ്പള്ളിയെ സംബന്ധിച്ച് വന്നാൽ ചാണ്ടിയുമ്മൻ എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ യാതൊരു പരിഗണനയും ജീവനോടെ ഇരുന്നപ്പോൾ ഇല്ലാഞ്ഞൊരു നേതാവാണ്. കാരണം മറ്റു നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിന് പിതാക്കന്മാരുടെ പരിഗണനയോടുകൂടിയാണ് അവർ ഏതെങ്കിലും സ്ഥാനത്ത് കയറിയിരിക്കുന്നത്. ഇത് യാതൊരു പരിഗണനയുമില്ലാതെ സ്വയം അധ്വാനിച്ച് പുതുപ്പള്ളിയിൽ വന്ന് ഉമ്മൻചാണ്ടിക്ക് ശേഷം തൻ്റെ അടുത്തോടെ നിന്ന് വിജയിച്ച ഒരു വിജയമാണിത്. അത് 100% കണ്ടെത്തിയിരിക്കുകയാണ്. ഈ വിജയം പുതുപ്പള്ളിയുടെ മാത്രമല്ല കേരള ജനതയുടെ ഒരു വിജയം തന്നെയാണ്. അത് തന്നെയല്ല, അതിനേക്കാളുപരി കേരളത്തിൽ മാതൃകയായിട്ടൊരു പ്രചരണം കാഴ്ചവെച്ച ഈ ഏക MLA എന്നുള്ള നിലയ്ക്ക് ചാണ്ടിയുമ്മന് അതിനർഹനാണ്. കാരണം ഫ്ലെക്സും ബാനറും ഒന്നുമില്ലാതെ തെരഞ്ഞെടുപ്പിനെ ചങ്കൂറ്റത്തോടെ നേരിട്ട ഒരു MLA എന്നുള്ള സ്ഥിതിക്ക് ജനം കൊടുത്തിരിക്കുന്ന 100% അംഗീകാരമാണ് ഈ വിജയമെന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇത് ഭാവിയിൽ ഇനി ഒരു 50 വർഷത്തേക്കിന് ഇവിടെ ഒരു MLA പോലും വേറെ ചിന്തിക്കാൻ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് സാധ്യമല്ലെന്നുള്ളതിനൊരു തെളിവാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു നിലയിൽ നല്ല ഭാവി MLAക്ക് ആശംസിക്കുന്നതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ UDFന് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുകയാണ്.